ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ക്യാബേജ് തോരൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ മുഴുവനായി അരിഞ്ഞെടുത്തു. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാബേജിലേക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, നാളികേരം, ചിരകിയ നാളികേരം ഇവയെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അതിനായിട്ട് നമ്മൾ ആദ്യം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അടുത്തത് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി കൈകൊണ്ട് നന്നായി കുഴയ്ക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് എന്നിട്ട് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് കടുക് ഇട്ടു. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇടുക കേട്ടോ. ഇതിലിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിലുള്ള വെള്ളം തന്നെ മതിയാവും. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെക്കണം കേട്ടോ. ഇങ്ങനെ തോരൻ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും കേട്ടോ. കഴിക്കാത്ത കുട്ടികളടക്കം കഴിച്ചു പോകും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അടച്ച് വെച്ച് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നാളികേരം ഇട്ട് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ താങ്ക് യു.